നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ കനത്ത തിരിച്ചടിയിൽ സംസ്ഥാനത്തെ ജാതി മത സംഘടനകളും പരസ്പരം ആരോപണങ്ങളിൽ ഏർപ്പെടുന്നത് ദൗർഭാഗ്യകരമാണ്. ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്തെന്ന യാഥാർത്ഥ്യം CPM അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനുള്ള കാരണം തുറന്നു പറഞ്ഞ് രക്തസാക്ഷിയാകാനും തയ്യാറെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതോടെയാണ് ഇതിന് തുടക്കമായത്. മുസ്ലിം പ്രീണനം നടന്നത് BJPക്ക് വോട്ട് കൂടാൻ കാരണമായെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സംഘ് പരിവാർ അജണ്ടയാണെന്ന് സമസ്തയുടെ ആരോപണത്തിന് പുല്ലുവിലയാണെന്ന് വെള്ളാപ്പള്ളി. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. CPM-ന്റെ പ്രീണനം ചർച്ച ചെയ്യുമ്പോൾ വർഗീയത ഒളിച്ചു കടത്തുന്നത് ആരൊക്കെ? ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ശ്രീ ഫാദർ ഫിലിപ്പ് കബീൽ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, CPM ഒരു വിലയിരുത്തൽ നടത്തി. പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, പാർട്ടിയുടെ നട്ടല്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈഴവ സമുദായത്തിന്റെ വോട്ടിൽ വലിയൊരു വിള്ളലുണ്ടായി. അത് സംഭവിച്ചു സംസ്ഥാന വ്യാപകമായി. അതിന് ചില കാരണങ്ങൾ അവർ കണ്ടെത്തുന്നത് അതിലെങ്ങും ഭരണവിരുദ്ധ വികാരം എന്നൊരു ഇലമെന്റേ വന്നിട്ടില്ല. SNDP-യിലെ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്നവർ തന്നെ, അത് വെള്ളാപ്പള്ളി നടേശനെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു സംഘ് പരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുകയോ അല്ലെങ്കിൽ ആ സംഘ് പരിവാർ മനസ്സ് അവരിൽ രൂപപ്പെട്ടു വരികയോ ചെയ്യുന്നു. ഇതൊരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുകയാണ്. പക്ഷേ ഇത് ഈ ജാതി മത സംഘടനകൾക്ക് തമ്മിലടിക്കുവാനുള്ള ഒരു കാരണമായിട്ട് CPM എന്തിനിട്ട് കൊടുത്തു? മഞ്ജുഷ്, ഇത് വളരെ രസകരമായ ഒരു കാര്യം. കേരളം സാക്ഷരതയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുപോലെ രാഷ്ട്രീയ പ്രബുദ്ധതയിലും വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഈ ജാതി തിരിച്ചുള്ള, സമുദായം തിരിച്ചുള്ള പിന്തുണ കണക്കുകൾ ഒരു വർഗ ബഹുജന പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് പാർട്ടിയായ CPM-ന് പറയേണ്ടി വരുന്നത് ഒരു ഗതികേട് തന്നെയാണ്. കാരണം എപ്പോഴും CPM-ന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു ക്ലാസ് അടിത്തറയാണ്. അപ്പോൾ വർഗപരമായ അടിത്തറ, അത് ജാതീയ അടിത്തറയല്ല, മറിച്ച് വർഗപരമായ അടിത്തറ, അതാണ് പ്രത്യയശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അടിത്തറയിൽ വിള്ളൽ വീഴുമ്പോഴാണ് ഒരു ഫില്ലർ എന്ന നിലയിൽ എക്കാലത്തും ജാതീയമായ സമവാക്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഈഴവ സമുദായം, കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/4 23-24% വരുന്ന ഈഴവ സമുദായം, ഹൈന്ദവ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സുള്ള ഈഴവ വിഭാഗത്തിൻ്റെ ഒരു 60 മുതൽ 70% പരമ്പരാഗതമായ CPM വോട്ടർമാരോ അനുഭാവികളോ ആണ്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമായി CPM-ഉം അംഗീകരിക്കുന്നു. ഇപ്പം CSDS-ന്റെ സർവേ അനുസരിച്ച് 42% വോട്ട് BJPക്ക് ലഭിച്ചിരിക്കുന്നു ഈഴവ സമുദായത്തിൻ്റെ. അത് വലിയൊരു ശതമാനമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന ഒരു ലേബൽ ഇപ്പോൾ CPM-ന് പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്പർ 1 ഹിന്ദു പാർട്ടി ഈ CPM തന്നെയാണ്. എന്നാൽ ഇതിനുള്ള പ്രധാന കാരണമായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രധാന കാരണം ഒരു പ്രീണന സമയം, ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോടുള്ള ഒരു പ്രീണന നയം. അത് കുറെ കാലമായി അല്ലാതെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം വെള്ളാപ്പള്ളി അത് ഉദ്ദേശിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി പറയുന്നത് ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തെ, അതായത് മുസ്ലിം പ്രീണനം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതാണല്ലോ ഇത് സമസ്തയിൽ നിന്നുള്ള എതിർപ്പിന് കാരണമായിട്ട് വന്നത്. അപ്പൊ ഇവിടെ സമസ്ത ഒരു വിഭാഗത്തിലും, എല്ലാ വിഭാഗങ്ങളെയും, മുസ്ലിങ്ങളുടെ വിഭാഗങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന സമസ്ത എന്നതല്ല ഇവിടെ വിഷയം. മതസംഘടനയാണ്. മതസംഘടനയുടെ ഭാഗത്ത് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഇന്ന് സുപ്രഭാതത്തിൽ പ്രസ്താവന 21-ാം തീയതി വെള്ളിയാഴ്ച സുപ്രഭാതം ദിനപത്രത്തിൽ വളരെ വ്യക്തമായ എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കണക്കുകൾ ശരിയല്ല. ഒരുപക്ഷെ രാജ്യസഭയിലെ അംഗത്വം 9 MP-മാരാണ് കേരളത്തിൽ നിന്നും രാജ്യസഭയിലുള്ളത്. അതിൽ 2 പേരൊഴിച്ച് മറ്റെല്ലാം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്നവരാണ് എന്നത് തർക്കത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ ലോക്സഭയിൽ അങ്ങനെയല്ല. കേവലം 3 പേര് മാത്രമാണ്, 20 MP-മാരിൽ കേവലം 3 പേര് മാത്രമാണ് പിന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത്. അതുമാത്രമല്ല, ജനസംഖ്യക്ക് മുസ്ലിം ജനസംഖ്യ ഒരു 25%-നോടടുത്ത്, 24-25%-നോടടുത്ത് വരും. പക്ഷെ 13% മാത്രമാണ് മുസ്ലിം സമുദായത്തിന് അവർ വ്യക്തമായ കണക്കുകളോടുകൂടി പറയുന്നു ഗവൺമെൻറ് സർവീസുകളിൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ
ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ജനസംഖ്യയ്ക്ക് ആനുപാതികമായതിൽ വളരെ കൂടുതൽ ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സാമാജികർക്ക് ലഭിക്കുന്നു, വിവിധ പാർട്ടികൾ ലഭിക്കുന്നു എന്നത് ശരിയല്ല എന്ന് കണക്കും സഹിതം സമസ്ത പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു വശത്ത് ഈ CPM-ന്റെ പതനത്തിൻ്റെ കാരണമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്ന് തോന്നാം, കാരണം അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനുള്ള കാരണമായി പറയുന്നത് മുസ്ലിം പ്രീണനമാണ് എങ്കിൽ ആ മുസ്ലിം പ്രീണന നയം കൊണ്ട് കാര്യമായ തെരഞ്ഞെടുപ്പ് നേട്ടം CPM-ന് ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഉണ്ടാകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ബാരോമീറ്ററായിട്ട് എടുക്കുകയാണെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിൽ 1,00,000-ൽ പരം വോട്ടിനാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചു വന്നത്. നമുക്കറിയാം പരമ്പരാഗതമായി CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ് കാസർഗോഡ്, മഞ്ചേശ്വരം, കാസർഗോഡ് നിയമസഭാ സെഗ്മെന്റുകൾ ഒഴിച്ചാൽ ഉദുമ ഒരു സമാസമം നിൽക്കും. മറ്റെല്ലാ നിയമസഭാ സെഗ്മെന്റുകളും തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള നിയമസഭാ സെഗ്മെന്റുകളിൽ CPM-ന് മൃഗീയമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാകേണ്ടതാണ്. അവിടെ എങ്ങനെയാണ് 1,00,000-ൽ കൂടുതൽ വോട്ടിന് UDF ജയിച്ചത്? എങ്ങനെയാണ് കോഴിക്കോട് മുസ്ലിം സമുദായത്തിന് കാര്യമായ പിൻബലമുള്ള കോഴിക്കോട് മണ്ഡലത്തിൽ രാഘവൻ കോൺഗ്രസിന് വേണ്ടി 1,50,000-ൽ പരം വോട്ടിന് ജയിച്ചത്? എങ്ങനെയാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റായ കരീം, ഇളമരം കരീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാഘവൻ 1,50,000 ജയിക്കാമെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ നല്ല പങ്കും ഈ പ്രീണനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തെ കൈവിടുകയും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി മുസ്ലിം പ്രീണനം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിൽക്കുമ്പോൾ ആ മുസ്ലിം പ്രീണനം കാരണം ഉള്ള ഈഴവ വോട്ടുകൾ നഷ്ടമാവുകയും ചെയ്തു. മുസ്ലിം വോട്ടുകളാകട്ടെ ഒട്ട് കിട്ടിയുമില്ല, അത് UDF-ലേക്ക് പോവുകയും ചെയ്തു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സെൻട്രൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരട്ടെ എന്ന് ഈ 2019-ന് സമാനമായ രീതിയിൽ ചിന്തിച്ചു അവർ, അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഈ കാരണം തുറന്നു പറയുവാനായിട്ട് CPM-നോട്ട് സാധിക്കുന്നുമില്ല അല്ലേ? അതിനുള്ള ആർജവം CPM കാട്ടിയില്ല. മുസ്ലിം പ്രീണന നയം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന ഒരു അല്ലെങ്കിൽ അതൊരു സമ്മതിക്കേണ്ട. പക്ഷേ യഥാർത്ഥ കാരണങ്ങളാൽ വീഴ്ച പറ്റി എന്ന് പറയുമ്പോഴും ഇതിന് ശ്രീ MV ഗോവിന്ദൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എണ്ണമിട്ട് പറഞ്ഞ കാരണങ്ങൾ ഇതിലൊന്നും തന്നെ ഭരണവിരുദ്ധ വികാരം പരാമർശിക്കുന്നില്ല. അതായത് അത് മറച്ചു വെക്കുവാനുള്ള ശ്രമം നടന്നു. ഫാദർ ഫിലിപ്പ് കവിയിൽ ഇങ്ങനെ CPM പരാജയത്തിന് കാരണമായി വിശേഷിപ്പിക്കുന്ന 7 കാര്യങ്ങളിൽ 7-8 കാര്യങ്ങളുണ്ട്. അതിൽ ഈ ഈഴവ സമുദായ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോയി എന്ന കാര്യം, അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ ചില സ്ഥലങ്ങളിലെങ്കിലും BJP-ക്ക് കിട്ടി. അതിൽ എടുത്തു പറയുന്നത് തൃശ്ശൂരാണ്. ക്രൈസ്തവ വോട്ടുകൾ അങ്ങനെ ബൾക്കായിട്ടൊന്നും CPM-ന് LDF-ന് കിട്ടാറില്ല. അതിൽ കൂടുതലും UDF-ലേക്കാണ് പോകാറുള്ളത്. പക്ഷേ ഇത്തവണ അത് BJP-യിലേക്ക് ഒരു ഭാഗം പോയി. അതിനുള്ള കാരണമായിട്ട് ഈ ക്രൈസ്തവ സമുദായത്തെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഫണ്ടിങ്ങിന്റെ പേരിലോ ഇതൊക്കെയാണ് CPM കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ മറുവശത്ത് പ്രീണനം ചർച്ചയാക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. സർക്കാരിൻ്റെയും CPM-ന്റെയും പ്രീണന നയം അത് ന്യൂനപക്ഷ പ്രീണനം എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, മുസ്ലിം പ്രീണനം എന്നാണ്. അത് സംഭവിച്ചത് കൊണ്ടാണ് ഈഴവ സമുദായ വോട്ടുകൾ കൂടുതലായിട്ട് ഇത്തവണ BJP-യിലേക്ക് പോയത്, ഒരു വലിയ ശതമാനം പോയത് അതുകൊണ്ടാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറിയും പറയുകയാണ്. അതേ തുടർന്ന് ഈ കാരണം കണ്ടെത്തിയ CPM പറയുന്നത് SNDP വർഗീയവൽക്കരിച്ചു, അത് സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നു അതിന്റെ നേതൃത്വത്തിൽ എന്നാണ്. ഇത് ജാതിമത സംഘടനകളെ നേരിട്ട് ഇങ്ങനെ സമസ്തയുടെ കാര്യമുണ്ട്, സമസ്ത അതിന് മറുപടി നൽകുന്നു. ഇങ്ങനെ ജാതിമത സംഘടനകളെ നേരിട്ട് ഏറ്റുമുട്ടുവാൻ വിട്ടുകൊടുത്തിരിക്കുകയാണോ CPM ചെയ്യുന്നത് ഈ വിലയിരുത്തലിലൂടെ? താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? കത്തോലിക്ക കോൺഗ്രസ് ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? കത്തോലിക്ക കോൺഗ്രസ് കാണുന്നത് ഇതിൻ്റെ അകത്ത് ജാതി വർഗീയത അല്ല വിഷയമാകേണ്ടത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നിശിതമായിട്ട് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ പൊതുസമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഈ സർക്കാരുകൾ കൃത്യമായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇനി ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തിയ പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിജീവന യാത്രയിലും മറ്റു കാര്യങ്ങളിലും കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തായിരുന്നു. സർക്കാരിന്റെ മുമ്പിൽ കൃത്യമായി അക്കമിട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിലൊന്ന് ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ച വിഷയങ്ങളുണ്ടായിരുന്നു. 2, ഈ സമുദായം ഉൾക്കൊള്ളുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വനമേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്ന വന്യജീവി ആക്രമണം ഉണ്ടായി. ഈ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു.
പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഗവൺമെന്റുകൾ അതിനോട് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് കേരള സർക്കാർ ക്രൈസ്തവരോടുള്ള സമീപനത്തില് കാതലായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇനി വരുന്ന ഇലക്ഷനിലും അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് പറയുവാൻ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഈ ഗവൺമെന്റിന് നല്ലത്. ഒന്ന്, ക്രൈസ്തവരുടെ വിഷയങ്ങൾ, സാമുദായികമായ വിഷയങ്ങളും ഈ നാട്ടില് പരിഗണിക്കപ്പെടും. ഇത് ക്രൈസ്തവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ മറ്റ് സമുദായങ്ങളെ അപകീർത്തിപ്പെടുത്തുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും കിട്ടണം. അവർക്ക് കിട്ടുന്ന പരിഗണനയ്ക്ക് ഞങ്ങൾക്ക് അസൂയയില്ല. അതേസമയം ക്രൈസ്തവരുടെ വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കപ്പെടണം, അഡ്രസ്സ് ചെയ്യപ്പെടണം. ഈ ഗവൺമെന്റിന്റെ മേലുള്ള ക്രൈസ്തവരുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് JB കോശി കമ്മീഷൻ എന്നൊരു കമ്മീഷനെ ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ നിയമിക്കുകയുണ്ടായി. അത് നിയമിച്ചപ്പോൾ അതിന് ക്രൈസ്തവരോടുള്ള താല്പര്യമായിരിക്കും കാരണമെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നീടുള്ള സമീപനങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമീപനമാണോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. ഒന്ന്, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുൻപാണ് JB കോശി കമ്മീഷൻ സ്ഥാപിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ. പക്ഷേ ഈ JB കോശി കമ്മീഷനെ നിർദ്ദേശിച്ച ഗവൺമെന്റ് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ല. ഒരു ഓഫീസ് ആകട്ടെ, കമ്പ്യൂട്ടർ സൗകര്യങ്ങളാകട്ടെ ഒന്നും ഈ JB കോശി കമ്മീഷൻ നൽകിയില്ല എന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് JB കോശി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടപെടലിലൂടെ, മുറവിളികളിലൂടെ, കൃത്യമായ വാക്യം പറയാണ്, പ്രതിഷേധങ്ങളിലൂടെയാണ് ഗവൺമെന്റ് ഒരു ഓഫീസ് സംവിധാനങ്ങളും അത് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളും കഷ്ടിച്ച് ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പാണെന്നാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും മിണ്ടാതിരുന്നു, ഒന്നും സംഭവിച്ചില്ല. വീണ്ടും എപ്പോഴാണ് ഇതിനെതിരെ പ്രതികരിച്ചത്? ഈ ലോക്സഭാ ഇലക്ഷൻ മുമ്പ് വീണ്ടും കണ്ണിൽ പൊടിയിടുന്ന മട്ടിലാണ് പ്രവർത്തിച്ചത്. ലോക്സഭാ ഇലക്ഷൻ മുമ്പ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശം കൊടുത്ത് ചീഫ് സെക്രട്ടറി മറ്റു വകുപ്പുകളുമായി ചർച്ച ചെയ്ത് ഇതിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. നാളിതുവരെ എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ഇലക്ഷൻ കഴിഞ്ഞു, അത് പാടെ മറന്നതുപോലെയാണ്. ക്രൈസ്തവർ അനുഭവിക്കുന്ന സാമൂഹികമായ ദുരിതങ്ങൾക്ക് കൃത്യമായ പരിഹാരം JB കോശി കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ളത് പൊതുജന മധ്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടട്ടെ, അതിനെക്കുറിച്ച് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്ന് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യട്ടെ. അതൊന്ന്. അതുകൊണ്ട് ക്രൈസ്തവരോടുള്ള നയങ്ങളില് ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങളില് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിന് കൃത്യമായി അഡ്രസ്സ് ചെയ്യണം. അത് ചെയ്യാത്തത് ക്രൈസ്തവ സമൂഹത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇലക്ഷനിലെ റിസൾട്ട് കാണിക്കുന്ന ഒരു പ്രതിഫലം. അത് ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ ആ രീതിയിൽ സർക്കാർ കണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉണ്ടല്ലോ. മുൻപ് ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ന്യൂനപക്ഷ അവഗണന എന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് തിരിച്ച്, ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കുറെ കൂടി സ്പഷ്ടമായിരുന്നു. അദ്ദേഹം അതിന് പേര് രക്തസാക്ഷിയാകാനും തയ്യാറാണെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനവും നടത്തി. അവർ അവിടെ ന്യൂനപക്ഷങ്ങളിൽ തന്നെ ക്രൈസ്തവ സമുദായത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ക്രൈസ്തവ സമുദായങ്ങൾക്ക് ഏകദേശം ഈ ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ പോലെ തന്നെ, അല്ലെങ്കിൽ ഹൈന്ദവരിലെ പിന്നോക്കക്കാർക്കുണ്ടായതുപോലെ തന്നെ അവഗണന ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവരും മറിച്ച് ചിന്തിച്ചു. അവർ ക്രൈസ്തവ സമുദായാംഗങ്ങൾ ഒരിടത്ത് BJPയെ പോലും സപ്പോർട്ട് ചെയ്തു, തൃശ്ശൂരിൽ നിന്ന് എടുത്തു പറയുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു വിലയിരുത്തലിനോട് കത്തോലിക്ക കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? കത്തോലിക്ക കോൺഗ്രസ് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കണമെന്നോ അതിനെ തള്ളിക്കളയണമെന്നോ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പക്ഷേ ഈ ക്രൈസ്തവ സമുദായത്തെ ആര് സഹായിക്കും എന്നുള്ളത് പ്രധാനമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തികളെ വളരെ പ്രത്യേകമായിട്ടും ക്രൈസ്തവ സമുദായം ശ്രദ്ധിക്കും. ഏത് കാൻഡിഡേറ്റ് ഈ സമുദായത്തെ സഹായിക്കാൻ തയ്യാറുണ്ടോ ആ കാൻഡിഡേറ്റിനെ സഹായിക്കണം. ഈ സമുദായത്തെ സഹായിക്കുന്നവർ മാത്രമല്ല, ക്രൈസ്തവ സമുദായത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ഇടപെടല് കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് മൊത്തമാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഇവിടെ അവിടെ ഒരു പേര് നിങ്ങൾക്ക് വീണു. അവിടെ ഒരു പേര്, അത് MV ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ട്. അവിടെ സംഘ് പരിവാർ മനസ്സിലേക്ക് രൂപപ്പെട്ടു വരികയാണ് ഇങ്ങനെ മാറി ചിന്തിച്ച ആളുകൾ എന്ന്. അതിൽ ക്രൈസ്തവ സമുദായത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് CPM. എനിക്ക് പറയാനുള്ളത്, സംഘപരിവാർ മനോഭാവത്തിലേക്ക് മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ രൂപപ്പെടുന്നത്? ആര് ഞങ്ങളെ സഹായിക്കും? BJP സഹായിക്കുന്നു എന്ന് മറ്റിൽ വരികയാണെങ്കിൽ അവരെ സഹായിക്കുന്നതാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ് പരത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. ഈ ഗവൺമെന്റ് ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരല്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം വന്യജീവി ആക്രമണം ഉണ്ടായി. ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള പാലത്തുംകടവ് എന്ന് പറയുന്ന ഗ്രാമത്തില് ആന തുടർച്ചയായിട്ട് ഇറങ്ങി വലിയ നാശനഷ്ടം ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ വളരെ പ്രത്യേകിച്ച് അഭ്യുന്ന പാമ്പ്ലാനി പിതാവ് ഇടപെടുകയും ഞാനും ആ കൂട്ടത്തിൽ പോയതാണ്. അവിടെ ആ മലയോര പ്രദേശത്ത് വന മേഖലയിൽ ചെന്ന് കണ്ടു. അത് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബഹുമാനപ്പെട്ട ജയപ്രസാദ് സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ആക്ഷൻ എടുത്തു. അദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം തന്നെ DFO കണ്ണൂർ DFOയുടെ ചാർജുള്ള ബഹുമാനപ്പെട്ട ജോസ് മാത്യു സാറിനെ അയക്കാമെന്നും അവിടെ ആ പ്രദേശത്തുള്ളവരായിട്ട് ചർച്ച ചെയ്യാമെന്ന് പറയുകയും അദ്ദേഹം ഒരുപടി കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുകയും ചെയ്തു. അത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയാത്മകമായ നടപടികളാണ് നമ്മുടെ ഈ നാട്ടിൽ വേണ്ടത്. ഈ ഗവൺമെന്റിനെ അന്ധമായിട്ട് എതിർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഈ നാട്ടിലെ സാധാരണക്കാരന് അനുഭവിക്കുന്ന വിഷയങ്ങളെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതിന് അനുകൂലമായിട്ട് ഗവൺമെന്റ് പ്രതികരിക്കണം, നടപടികൾ എടുക്കണം. അതുപോലെ തന്നെയാണ് ക്രൈസ്തവ സമുദായത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ആ ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുകയും മറ്റുള്ളവരെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലാണ് പ്രശ്നം. 80-20 എന്ന ഒരു വിഷയം നമുക്കറിയാമല്ലോ. മറ്റ് സമുദായത്തിന് കിട്ടുന്ന നന്മകൾക്ക് ഞങ്ങൾക്ക് യാതൊരു അസൂയയുമില്ല. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെ വിഷയങ്ങളും പരിഗണിക്കപ്പെടണം. നിങ്ങൾ ഗവൺമെന്റ് ഒരു സമുദായത്തെ സ്നേഹിക്കുകയോ അവർക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങളെ മാറ്റി നിർത്തുകയും ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ണിൽ പൊടിയിടുന്ന ചെപ്പടി വിദ്യകൾ കൊണ്ട് ഞങ്ങളെ പറ്റിക്കുകയും ചെയ്താൽ അത് ഞങ്ങൾ ഇനി അനുവദിക്കില്ല. ഡോക്ടർ ബി ജയരാജ്, ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞതിൽ ഈ ആരൊക്കെയാണോ LDFന് വോട്ട് ചെയ്യാതെ വിട്ടുപോയവർ അവരിൽ സംഘപരിവാർ മനസ്സ് രൂപപ്പെട്ടു വരികയാണ് എന്ന് പറയുന്നു. ഫാദർ പറയുന്നു ഞങ്ങളിൽ അങ്ങനെ ഒരു മനസ്സ് രൂപപ്പെട്ടു വരുവാൻ ഇടയാക്കരുത് എന്നാണ്. അത് ഇനി ഉണ്ടായാലും അതിൽ എതിർത്ത് പറയാൻ പറ്റില്ല. കാരണം അവരിൽ അങ്ങനെ ഒരു മനസ്സ് രൂപപ്പെട്ടു വന്നാൽ അതിനെ തെറ്റു പറയരുത് എന്ന് അദ്ദേഹം ഇവിടെ തുറന്നു പറയുകയാണ്. ഇതിപ്പോൾ ഈ എല്ലാ അബദ്ധങ്ങളും, പാർട്ടിക്കും സർക്കാരിനും പറ്റിയ എല്ലാ അബദ്ധങ്ങളും അതിങ്ങനെ ജാതിമത സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കുകയും ഈ സമുദായ അംഗങ്ങൾ സ്വയം വിചാരിച്ച് വോട്ട് ചെയ്താൽ പോലും അവരിലെല്ലാം സംഘപരിവാർ മനസ്സ് രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ ആ രീതിയിൽ മാറ്റി നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ സ്വയം തിരിച്ചറിയുക, അല്ലെങ്കിൽ തെറ്റാണെന്ന് ഏറ്റുപറയുവാൻ തയ്യാറാവുക. ഇപ്പോൾ ജാതിമത സംഘടനകളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ വിലയിരുത്തൽ പോയിരിക്കുകയാണ്. അതാണല്ലോ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് സമസ്ത മറുപടി നൽകുന്നു. സമസ്തയുടെ വാക്കുകൾക്ക് പുല്ലുവില എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഡോക്ടർ ബി ജയരാജ്, ഇതിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ ആളുകൾക്കും, സമുദായ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക്, മറ്റ് സംഘടനയിൽപ്പെട്ട ആളുകൾക്കെല്ലാം അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം. വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അത് BJPക്ക് NDA മുന്നണിയിലാണുള്ളത്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് ശ്രീ വെള്ളാപ്പള്ളിയുടെ ഭാര്യ BJPയുടെ പല യോഗങ്ങളിലും സംസാരിക്കുകയുണ്ടായി. അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ചെറിയ പിന്തുണകളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ, നേതൃത്വത്തിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല, കുടുംബത്തിൽ നിന്ന് തന്നെ BJPക്ക് പല സ്ഥലത്തും സഹായം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ചില ആളുകളെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പാമ്പ്ലാനി പിതാവാണല്ലോ ഇത് ആദ്യമേ തുടക്കമിട്ടത്. റബ്ബർ വില കൂട്ടി തന്നു കഴിഞ്ഞാൽ ആരായാലും ഞങ്ങൾ വോട്ട് ചെയ്യും. അതിനുശേഷം പറഞ്ഞത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്. വന്യജീവി ജനങ്ങളുമായിട്ടുള്ള സംഘടനം. ഈ വന്യജീവി സംഘടന ഇന്നലെ തുടങ്ങിയത് ഒന്നുമല്ല, കുറേ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. കുടിയേറ്റ മേഖലകളിൽ, മലയേറ്റ മേഖലകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും നടത്താറുണ്ട്. പക്ഷേ ചില നിയമങ്ങളൊക്കെ വന്നപ്പോൾ ആനകളെ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ചില കേന്ദ്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജീവികൾ പെരുകുകയും പിന്നെ വിശാലമായ അടിക്കാടുകളില്ലാതെ കിടക്കുന്ന കാടുകൾ, എസ്റ്റേറ്റുകൾ പോലുള്ള സ്ഥലങ്ങൾ, അവിടെ ഭക്ഷണം കിട്ടാതാവുമ്പോഴേക്കും അല്ലെങ്കിൽ അപകടം പറ്റിയ ജീവികളൊക്കെയാണ് ജനാധിപത്യ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി ആക്രമണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എത്താവുന്നിടത്തെല്ലാം എത്തുകയും പറ്റാവുന്ന സഹായങ്ങളെല്ലാം മാറി വരുന്ന എല്ലാ വളരെയധികം ഇതിപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ
ഇനിയും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് ഫാദർ ഫിലിപ്പ് കബീൽ ഇവിടെ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു ഫാദർ പറയാൻ പറ്റുന്നതിന്റെ പരമാവധി കാര്യമാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയത്. കാരണം ആ സമുദായത്തിന് അത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ട് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ട് അവർ ചിലയിടങ്ങളിൽ മാറി ചിന്തിക്കുന്നു. ചില ബിഷപ്പുമാർ പരസ്യമായിട്ട് ഇല്ലേ ചില പ്രതികരണങ്ങൾ നടത്തുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ പരസ്യമായിട്ട് ഇടപെടാറില്ല, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ. അപ്പോൾ സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രീണനങ്ങൾ സംഭവിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ചില ഇടപെടലുകൾ നടത്തുകയും സ്വയം വിചാരിച്ച് തന്നെ ആളുകൾ വോട്ട് ചെയ്യുകയും ഉണ്ടാകും. അവരെയെല്ലാം സംഘപരിവാർ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ കൊഴിഞ്ഞു പോക്കലുകളെ ഉണ്ടാവുകയുള്ളൂ. ഡോക്ടർ ബി ജയരാജ്, അതാണ് യഥാർത്ഥ രാഷ്ട്രീയ വിലയിരുത്തൽ. അത് പക്ഷേ CPM നടത്തുന്നില്ല. അപ്പോൾ സംഘപരിവാർ എന്ന് പറയുന്നത് ഒരു അവഹേളനമാണെന്ന് പറയുന്നത്, ഈ സംഘപരിവാർ എന്ന് വിളിക്കുന്നത് ഒരു അവഹേളനമാണെന്ന് മഞ്ജുഷ് സമ്മതിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനെ സംബന്ധിച്ചൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. സംഘപരിവാർ മനസ്സ് രൂപപ്പെടുത്തുമെന്ന് അവരെ കുറിച്ച് പറയുമ്പോൾ അല്ല, അവിടെ സംഘപരിവാറിന് മേൽക്കൈ ഉണ്ടാക്കി കൊടുക്കുന്നത് CPM ഉം MV ഗോവിന്ദനുമാണ്. ഇതിനകത്ത് പറഞ്ഞു വന്നത് ഈ സംഘപരിവാറിൻ്റെ, അതായത് ഈ ഒരു ചെന്നായ ആട്ടുംകുട്ടിയും തമ്മിൽ ഒരു ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെന്നായുടെ പക്ഷത്തല്ല നിൽക്കുന്നത്, ആട്ടുംകുട്ടിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. എവിടെയാണ് കൂടുതൽ കടന്നുകയറ്റം ഉണ്ടാകുന്നത്, എവിടെയാണ് കൂടുതൽ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്, എവിടെയാണ് ചില കാടൻ നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അപ്പം ഒരു പ്രത്യേക ജനവിഭാഗത്തിന് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് CPM എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രീണനമൊന്നുമല്ല, അതൊരു മനുഷ്യത്വപരമായ സമീപനമാണ്. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാലും ആർക്കൊക്കെ എതിരെ ഏതെല്ലാം മനുഷ്യാവകാശ ദംശനങ്ങളുണ്ടായാലും അതിൻ്റെ എല്ലാ അനുരണനങ്ങൾ കേരളത്തിലുണ്ടാവാറുണ്ട്. അതിനെയെല്ലാം പ്രീണനം എന്നുള്ള ഒരൊറ്റ വാക്കിൽ ടാഗ് ലൈനിൽ കെട്ടി ഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും അങ്ങനെ പ്രീണിപ്പിച്ചതാവാം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും പ്രീണനമൊന്നും ചെയ്യുന്നില്ല. നേരത്തെ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ലാസ് സ്ട്രഗിളിലാണ് നമ്മൾ താല്പര്യം കാണിക്കുന്നത്, അല്ലാതെ കാസ്റ്റ് സ്ട്രഗിളല്ല. പക്ഷേ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. കേരളം പോലൊരു ഗോത്ര സമൂഹത്തിൽ ജാതി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ജാതി സംഘടനകളുടെ യാഥാർത്ഥ്യമാണ്, ജാതി സംഘടനാ നേതാക്കളുടെ യാഥാർത്ഥ്യമാണ്, മതസ്ഥാപനങ്ങളുടെ യാഥാർത്ഥ്യമാണ്, മതമേലധ്യക്ഷന്മാർ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ക്ലാസ് വാറിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് ഉത്തരം പറയാൻ പറ്റില്ല. പലപ്പോഴും ജോയിൻ്റ് ആയിട്ടുള്ള ആക്രമണം, എല്ലാ ഭാഗത്തു നിന്നുള്ള ആക്രമണം വരികയും പിന്നെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രത്തിൽ എന്തായാലും ഇടതുപക്ഷം ഭരിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ഫെയർ ഗുഡ് ചാൻസ് ഉണ്ടെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് BJPയെ ഇതിനകത്തുനിന്ന് തുടച്ചു നീക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ പറഞ്ഞതുപോലെ ശരിയാണ്. അത് ഒരു വിഭാഗം ആളുകൾക്ക് അതുണ്ടായി. കാരണം ഇടതുപക്ഷം അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല, ഇടതുണ്ടായാലേ എന്ന് പറഞ്ഞ ടാഗ്ലൈനിലൊന്നും വലിയ വിശ്വാസമില്ലാതെ കുറേയേറെ ആളുകൾ ആ രീതിയിൽ ചിന്തിച്ചു എന്നതിൽ സംശയമില്ല. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പല സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, അതറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിന് മൈക്രോ ഫിനാൻസ് കേസ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞതിലും ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നാണ് ശ്രീ മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞത്. അത് പൊതുസമൂഹവും അങ്ങനെ ചിന്തിക്കുന്നതാണല്ലോ. വെള്ളാപ്പള്ളിയെ അങ്ങനെ വെള്ളപൂശുകയൊന്നും വേണ്ട. പല സമയത്തും അദ്ദേഹം പല നിലപാടുകളും പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ച് SNDP അംഗങ്ങൾ പൂർണ്ണമായിട്ടും ചെന്ന് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊന്നുമില്ല. അവർ ആലോചിച്ച് തന്നെ വോട്ട് ചെയ്യുകയുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, അതിലേക്കാണ് ശ്രീ മോഹൻ വർഗീസും ഇവിടെ വിരൽ ചൂണ്ടിയത്. പക്ഷെ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞത് അങ്ങനെ ഒരു പ്രീണനമേ ഇല്ല എന്നാണ്. ഇല്ലാത്ത പ്രീണനത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ചർച്ച നടത്തുന്നത് എന്നാണ്. വർഗരാഷ്ട്രീയത്തിലെ വിശ്വാസമുള്ളൂ CPM-നെന്ന്. ഇല്ല, ഇതിനകത്തുള്ള പ്രീണനം എന്നുള്ള വാക്ക് ഒരു ലെൻസ് കൊണ്ട് നോക്കുന്നതാണ്. ഒരു പ്രത്യേക ഇന്ററപ്റ്റ് ചെയ്യല്ലേ? അല്ല, എന്റെ അവസരമാണിത്, പ്ലീസ്. അദ്ദേഹത്തിന് ആ പ്രീണനം എന്നുള്ള വാക്കാണ് വിഷമമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, സന്തോഷിപ്പിക്കലെന്നായിക്കോളൂ, കുഴപ്പമില്ല. അതായത് ഈ CPM ഈ ഏർപ്പാട് തുടങ്ങിയത് അവരുടെ പാലക്കാട് പ്ലീനത്തോടു കൂടിയാണ്. അന്ന് MA ബേബിയാണ് അത് ഈ മുസ്ലിം സമുദായത്തിനെ കയ്യിലെടുക്കേണ്ട ആ ഒരു ആവശ്യകതയെ പറ്റി വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചതും പിന്നീട് അവരത് വളരെ ആക്റ്റീവായിട്ട് ആ അജണ്ട നടപ്പാക്കിയതും. പ്രത്യേകിച്ച് ഈ CPM-ലെ ഒരു തലമുറ, ഉൽപ്പതിഷ്ണുക്കളായ ഒരു മുതിർന്ന തലമുറ ഉണ്ടായിരുന്നു. EMS, ഗോവിന്ദപിള്ള, ബലറാം,
അങ്ങനെയുള്ള വളരെ ഉൽപ്പതിഷ്ണുക്കളായ സീനിയറായിട്ടുള്ള കുറേ ആൾക്കാരുടെ അവരുടെ ആ ഒരു അഭാവത്തോടുകൂടി CPM-ന്റെ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയ ദാരിദ്ര്യത്തിൽ അങ്ങ് മുങ്ങിത്താഴുകയാണ് ചെയ്തത്. എന്ത് ചെയ്യുമെന്നറിയില്ല. ആശയപരമായി പ്രതിരോധിക്കാനോ ആശയപരമായി ശക്തമായി സമ്മതിക്കാനോ കഴിയുന്ന ഒരു കുഞ്ഞു പോലും ആ തലമുറയ്ക്ക് ശേഷം CPM-ൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പി രാജീവിനെ പോലെയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ താത്വിക അവലോകനങ്ങൾ നടത്തി പരിഹാസ്യരാകുന്നതല്ലാതെ ഗോവിന്ദപിള്ളയുടെ ഇന്നും 7 അയലത്ത് നിൽക്കുന്നവരാരും പിന്നെ CPM-ൽ ആ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അത് അവരുടെ കാലത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ആ കാലത്തൊക്കെ CPM ഇവര് EMS ഒക്കെ ശരീരത്തിനൊക്കെ എതിരെയൊക്കെ എടുത്ത നിലപാടുകൾ ചരിത്രമാണ് ഇവിടെ. എത്ര ശക്തമായിട്ടായിരുന്നു അവർ ആ നിലപാടെടുത്തിരുന്നത്. ഇപ്പം പിന്നെ അവർക്ക് അതേ രക്ഷയുള്ളൂ. അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. ഇനിയും പ്രീണനം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട, സന്തോഷിപ്പിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചോളൂ. നമുക്ക് അത് മനസ്സിലാക്കാൻ വലിയ അങ്ങേയറ്റത്തെ വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു സാധാരണക്കാരന്റെ നിരീക്ഷണ ബുദ്ധി മാത്രം മതി ഈ CPM ഈ മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടും ആ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടും കടന്ന് കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അത് ഞാൻ ഈ കോഴിക്കോട്ട് ജീവിക്കുന്ന ആളാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് ഓരോന്ന്. ഇവിടെ ഏറ്റവും ഒരു ഉദാഹരണം പറയാം. ഇവിടെ കോഴിക്കോട് ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നത് എളമരം കരീമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നിറയെ പോസ്റ്ററുകൾ ഇപ്പോഴും ഉണ്ട്. കരീംക്കയ്ക്ക് വോട്ട് ചെയ്യുക, നമ്മുടെ ആശ്രയമായി കരീംക്ക. ഈ സംജ്ഞയുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുടെ ആ ഒരു അർത്ഥം എന്താണ്? ഇങ്ങനെ ഈ രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം CPM നടത്തിയിട്ടുള്ള ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടാന്തങ്ങളിങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിവുകളായിട്ട് പതിഞ്ഞു കിടപ്പുണ്ട്. ഇതിൻ്റെ അതോടെ വേറൊരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെയാണ്. പുലിപ്പുറത്ത് കയറിയ അവസ്ഥയാണ് അവർക്ക്. ഇനി അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ആ വളരെ വലിയൊരു ഗതികേടിലേക്കാണ് അവർ ചെന്നുപെട്ടിരിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട മോഹൻ വർഗീസ് സാർ ഇവിടെ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. CPM-ന് അവർക്ക് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കാണുമായിരുന്നു എന്നാണ്. സാർ, ഈ കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1967-ലും 2004-ലും ഒഴിച്ചാൽ ഇവിടെ എന്നും കോൺഗ്രസ് നയിക്കുന്ന UDF-ന് തന്നെയാണ് പ്രോമിനൻസ് കിട്ടിയിട്ടുള്ളത്. ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത് എല്ലാ ലോക്സഭാ ഇലക്ഷനിലും കൂടുതലും ഈ 2 തവണ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞത് കറക്റ്റാണ്. അതായത് ഈ CPM-നെ ഇവിടെ വോട്ട് ചെയ്ത് അവിടോട്ട് വിട്ടിട്ട് എന്താ കാര്യം? ഇപ്പം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ CPM-നെ നന്നാക്കുക എന്നുള്ളതൊന്നുമല്ല. അവർക്ക് ഒരു സുരക്ഷ അല്ലെങ്കിൽ അവർക്ക് ആശ്രയിക്കാവുന്നത് ആരെയാണ് ഓരോ സാഹചര്യത്തിലും. അതിന് അവർ കൂട്ടമായിട്ട് അവരുടെ അതിൽ വ്യത്യാസമുണ്ടായത് ഇത്തവണ BJP-ക്ക് വോട്ട് കൂടി എന്നതാണല്ലോ. ഇത്തവണ BJP-ക്ക് വോട്ട് കൂടി എന്നതാണല്ലോ അതിൽ നിന്ന് വ്യത്യാസമായത്. എന്ത് പ്രീണനമാണോ CPM-ൽ ആരോപിക്കപ്പെടുന്നത്, ആ പ്രീണനം കൊണ്ട് അവർക്കൊരു സഹായവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവരുടെ ചങ്കായി നിന്നിരുന്ന ഒരു വലിയ വിഭാഗം BJP-യിലേക്ക് പോയി എന്നുള്ളതാണ്. അതല്ലേ യഥാർത്ഥത്തിലുള്ള വിലയിരുത്തൽ? അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതെ 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 അതും അതിന്റെ കാര്യം. BJP-ക്ക് ഇത്തവണ 20% വോട്ടാണ് കൂടിയത്. 5% വോട്ട് ഇവിടെ കൂടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. സുരേഷ് ഗോപി ജയിച്ചത് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. തിരുവനന്തപുരം ഒക്കെ ജസ്റ്റ് മിസ്സാണ്. അതുപോലെ ഏതാണ്ട് നമ്മൾ ഇതിന്റെ BJP മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഏതാണ്ട് 20-നടുത്താണ്. ഒന്നാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും എത്തിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10-35 വരും. ആലോചിച്ച് നോക്കണം. അതൊരു ചെറിയ നമ്പറല്ല, അതൊരു ചെറിയ കാര്യവുമല്ല. ഈ 10-35 മണ്ഡലങ്ങളിൽ BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു പിടിച്ചൊന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ ചിലപ്പോൾ അങ്ങ് മാറും. അത് കാര്യം ഇവർ തിരിച്ചറിയുന്നു, സമ്മതിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവരിത് തിരിച്ചറിയുന്നുണ്ട്. ആ അങ്കലാപ്പാണ് ഈ കാണിക്കുന്നത് മുഴുവനും. അല്ലാതെ 19 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളതിന്റെ പ്രശ്നമല്ല ഇവരെയൊക്കെ അലട്ടുന്നത്. ഈ കോൺഗ്രസിനെയും അലട്ടുന്നത് അതല്ല.
ഇവിടെ BJP ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി, നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പുറത്തു പറയുന്നില്ല. ആ അങ്കലപ്പാട് ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിലും ഇവരുടെ പലരുടെയും പ്രതികരണത്തിലൂടെയും ഈ പുറത്തു വരുന്നത്. അതെങ്ങനെ BJP നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ സംഘടനാ പ്രവർത്തനം. ഇത്രയും കാലം, അതായത് ക്ഷമിച്ച് തോറ്റ് ജയിച്ച ഒരു സംഘടനയുടെ ആ ഒരു സംഘടനയുടെ ഒരു ഇക്കാര്യത്തിൽ അക്കങ്ങൾ നിരത്തിയാണ് സമസ്ത ഇക്കാര്യത്തിൽ അക്കങ്ങൾ നിരത്തിയാണ് വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകിയത്. വെള്ളാപ്പള്ളിയാണല്ലോ ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് CPM ഈ ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് മുൻപ് തന്നെ. പക്ഷേ സമസ്ത അക്കങ്ങൾ നിരത്തി തന്നെ മറുപടി പറയുകയാണ് അങ്ങനെ ഒരു മുസ്ലിം പ്രീണനം ഇവിടെ നടന്നിട്ടില്ല എന്ന്. വെള്ളാപ്പള്ളി ഒരു വശത്ത് LDF മാത്രമല്ല UDFും അങ്ങനെ ഒരു പ്രീണനം നടത്തുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്, രാജ്യസഭയിലെ അംഗങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ. പക്ഷെ സമസ്ത അതിന് എതിർക്കണക്ക് പറയുകയാണ്, സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട്. മഞ്ജുഷേ, ഇവിടെ ഈ LDFും UDFും ഏത് കാലത്തും ഇവിടുത്തെ ജാതി മത വർഗീയ പരിഗണനകൾ വെച്ചുകൊണ്ടാണ് എന്നും സീറ്റുകൾ വിഭജിച്ചിട്ടുള്ളതും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളതും. നഗ്നമായിട്ട് തന്നെ ഇതൊക്കെ ചർച്ചയാവുന്നതിനും എത്രയോ കാലം മുമ്പ് എന്നും അങ്ങനെ തന്നെയായിരുന്നു. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഈ വർഗീയ പ്രീണനം കേരളത്തിൽ ഈ ഇടത് വലത് മുന്നണികൾ നടത്തിയിട്ടുള്ള നഗ്നമായ വർഗീയ പ്രീണനം എന്നുള്ളത് എത്രയോ പതിറ്റാണ്ടുകളായി ഈ കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മൾ ഈ രാഷ്ട്രീയ പ്രബുദ്ധത ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഇന്നും പച്ച വർഗീയ പ്രീണനത്തിന്റെ വർഗീയ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സീറ്റ് വിഭജനവും പ്രവർത്തനവും എല്ലാം നടക്കുന്നത്. ജാതി, മതം, ഒരു പ്രത്യേക സമുദായം, അവിടെയുള്ള സമുദായങ്ങൾക്ക് കൂടുതൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സീറ്റ് നിർണയത്തിലെ ഒരു 80%. ബാക്കി എന്തും വരുന്നുള്ളൂ. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് പുതിയ കാര്യമൊന്നുമല്ല വെള്ളാപ്പള്ളി പറഞ്ഞതും അല്ലെങ്കിൽ ഈ സമസ്ത നിഷേധിക്കുന്നതുമൊന്നും. ആർക്കാണിതറിയാൻ വയ്യാത്തത്? ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ പോരെ മഞ്ജുഷേ. ഈ കണ്ട കാലം മുഴുവനും ഇപ്പം മലപ്പുറത്തും പൊന്നാനിയിലും CPM അല്ലെങ്കിൽ ഇടതുപക്ഷം മുസ്ലിം അല്ലാത്ത ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ അവർക്ക് ധൈര്യമുണ്ടോ? എറണാകുളത്ത് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഏത് തന്നെ അവർ ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്ന ഏതാണ്? കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആളെ സ്ഥാനാർത്ഥിയാക്കാനാണ് കഴിയുന്നത് നോക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നിഷേധിച്ചിട്ട് കാര്യമില്ല. എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് എന്താ ഇത്ര പുതുമായിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്ര വലിയ കൂലങ്കഷമായി ചർച്ച ചെയ്യാനുള്ള പുതുമയൊന്നും ഒരു സർപ്രൈസ് എലമെന്റ് ഒന്നും ഈ വിഷയത്തിലില്ല. ഇത് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. അത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു നോർമൽ സിറ്റുവേഷനാണത്. ഫിലിപ്പ് കബീൽ പറഞ്ഞ കാര്യമാണ് അല്ലെ. അദ്ദേഹം ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു വികാരമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്നൊരു സംഘടനയുടെ ഗ്ലോബൽ ഡയറക്ടറായിരിക്കുന്നയാളാണ് അദ്ദേഹം. അപ്പോൾ നേരത്തെ പാമ്പ്ലാനി പിതാവ് അതിന്റെ ഒരു രൂപം തന്നെ. കാരണം ആരാണോ സഹായിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യും, ഇനി അങ്ങനെ തന്നെ വരികയുള്ളൂ എന്ന്. ശ്രീ മഞ്ജുഷ്, ഈ കത്തോലിക്ക സഭ മാത്രമല്ല, ക്രൈസ്തവ വിഭാഗങ്ങൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും ജാതീയ വിഭാഗങ്ങളും ഇപ്പോൾ പ്രായോഗികമായി ചിന്തിക്കുന്നൊരു കാലമാണ്. ഈ പ്രായോഗികത എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കിട്ടിയ കത്തോലിക്ക സഭയുടെ ഉൾപ്പെടെ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു 20% ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ, തൃശ്ശൂർ മണ്ഡലത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ 20% സുരേഷ് ഗോപിക്ക് പോയി എന്നാണ് CSDS കണക്ക്. സംസ്ഥാന വ്യാപകമായി ക്രൈസ്തവ വോട്ടിൻ്റെ 5% BJPക്ക് പോയി. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് 5% ചെറുതാണെന്ന് തോന്നാമെങ്കിലും അത് വലിയൊരു നമ്പറാണ് BJPക്ക് പോയി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന മതവിഭാഗങ്ങളെയും അവാന്തര വിഭാഗങ്ങളെയും ഇവിടെ കാണാം. പക്ഷെ പരമ്പരാഗതമായ ചില ബാലൻസുകളുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഒരു പൊളിച്ചെടുത്താണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ പരമ്പരാഗത പൊളിച്ചെടുത്തിൻ്റെ ഒരു ഭാഗമാണ് ഈഴവ സമുദായത്തിൽ വന്ന ഒരു വലിയ ഷിഫ്റ്റ്. അത് 2019 തന്നെ ആ ഷിഫ്റ്റ് തുടങ്ങി. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചപ്പോൾ തന്നെ ആ ഷിഫ്റ്റ് തുടങ്ങിയതാണ്.
ഇപ്പോഴിതാ 2.5 ലക്ഷത്തിലധികം. അപ്പോൾ ഇപ്പോഴിതാ വി മുരളീധരൻ 3 ലക്ഷത്തിൽ പരം വോട്ട് പിടിച്ചുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം ഒരു ഇടത് കോട്ട എന്ന് പരമ്പരാഗതമായി അറിയപ്പെട്ട ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അത് സംഭവിച്ചു. ഇതേ ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി വോട്ടില്ല എന്ന് പറയുന്നില്ല. ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപരമായി സംശീകരിക്കാം ചില വോട്ടുകളുണ്ട്, ഒരു അഗ്രസീവ് ഒരു ക്യാമ്പയിൻ സ്റ്റൈൽ, ഇതെല്ലാം കൊണ്ട് നിഷേധിക്കുന്നില്ല. പക്ഷേ ആലപ്പുഴ മണ്ഡലവും ഒരു റെഡ് ബാസ്റ്റ്യൻ എന്നറിയപ്പെട്ട ആലപ്പുഴ മണ്ഡലത്തിലും ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇവിടെ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പായും പറയാനാക്കും. അത് വെള്ളാപ്പള്ളിയുടെ ബുദ്ധി അവിടെ ആവശ്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും ഇല്ലെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതുകൊണ്ടായിരിക്കത്തില്ല ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈഴവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ ഇതേപോലെ തന്നെയാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ. ഒരു വിന്നബിലിറ്റി ഉണ്ട് എന്ന് കരുതുന്ന ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ചും തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുണ്ടാകൂ, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കൂ. ഒരുപക്ഷെ മുരളീധരൻ മത്സരിച്ചാൽ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് വോട്ടേഴ്സിന് പോലും 100% ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന പൂർണ്ണ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പ്രായോഗികമായ ഒരു കാര്യം. ഇവിടെ BJPയുടെ ഒരു കോർ ഒരു സപ്പോർട്ട് ബേസിൻ്റെ വോട്ട് ഉറപ്പായിട്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ ഫ്രിഞ്ച് വോട്ടായിട്ട് വന്നത് ഇതാണ്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ കണക്കനുസരിച്ച് 78,000-ഓളം വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കാവുന്ന വോട്ടുകൾ അത് BJPക്ക് പ്രാവശ്യം പോയി എന്ന് പറയുന്നതിന് നല്ല പങ്ക് ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രായോഗികതയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. ഇനി ക്രൈസ്തവരുടെ പൊതു താല്പര്യം എന്താണ്? ഇപ്പം ഫാദർ ഫിലിപ്പ് പ്രത്യേകമായി ചൂണ്ടിക്കാട്ടിയ ഈ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഹൈ റേഞ്ചിലെ ഇത്, അത് മാത്രമല്ല സഭയുടേതായ മറ്റു ചില താല്പര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്രൈസ്തവ സഭയുടെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ താല്പര്യമല്ല ഉള്ളത്. അവിടെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഏറ്റവും പകുതിയോളം വരുന്ന കത്തോലിക്ക സഭയുടെ താല്പര്യങ്ങളും അതുപോലെ ഈ എപ്പിസ്കോപ്പൽ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളും സ്വല്പം വ്യത്യാസമാണ്. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ സിംബോളിക്കായ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്ന ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുക വഴി ഒരു പാലം പണിയുകയാണ്. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈഴവരുടെ ഒരു നല്ല പങ്കും ക്രൈസ്തവരുടെ ഒരു ചെറിയ ശതമാനവും BJPയിലേക്ക് സ്വാംശീകരിച്ചാൽ ഇടത് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ തന്നെ അവിടെ തോണ്ടപ്പെടും. ഇവിടെ നോക്കൂ, 2019 ചിന്ത എന്താണ്? കോൺഗ്രസ് വിമുക്ത UDF വിമുക്ത കേരളത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായി ഇടതുപക്ഷത്തേക്ക് സെക്യുലർ ഫോഴ്സുകളെല്ലാം വരും. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു വശത്തും BJP മറുവശത്തുമായി കേരള രാഷ്ട്രീയം മാറും എന്നൊരു ചിന്ത ഉണ്ടായി 2019 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് 21 ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ. ഇപ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ കണക്കുകൾ കാട്ടുന്നത് ഇറോഷൻ സംഭവിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും CPMൻ്റെ കോർ വോട്ടിലാണ് ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അതൊരു സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അത് ഭീതിതമായ ഒരു റിപ്പർക്കഷൻസ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കും ഇറോഷൻ സംഭവിച്ചു. അവിടെ 48% ഉണ്ടായിരുന്ന UDFൻ്റെ വോട്ട് ഷെയർ 45-3% കുറഞ്ഞു. ഇടതുപക്ഷത്തിന് തത്തുല്യമായ കുറവ് വന്നിട്ടില്ല എന്ന് ഓർക്കണം. 35-ൽ നിന്ന് 33-ലേക്ക് 1.5% വ്യത്യാസമാണ് വന്നത്. ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും അടർന്നു മാറിയ വോട്ടുകൾ കൃത്യമായി BJPയിലേക്ക് വന്നു. 15% വോട്ട് ഷെയറിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി 19.2% വോട്ട് ഷെയറിലേക്ക് വന്നു. അവിടെ തന്നെ ഒരു 4 മണ്ഡലങ്ങളിലെങ്കിലും വളരെയധികം ശക്തമായ ത്രികോണ മത്സരം, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, അതുപോലെ ഈ 3 തൃശ്ശൂർ, ഈ മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി മാത്രമല്ല, ശരിയായ ത്രികോണ മത്സരം സംഘടിപ്പിച്ചു. ഇതെല്ലാം കാട്ടുന്നത് കേരളത്തിൽ പരമ്പരാഗതമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ജാതീയമായ കണക്കുകൂട്ടൽ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ഇനി അളക്കാൻ പറ്റില്ല എന്ന വ്യക്തമായ സൂചനയാണ്. അതുകൊണ്ടാണ് 18%, കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 18% വരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം എങ്ങോട്ട് ചിന്തിക്കുന്നു, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ചും UDF LDF എന്ന രീതിയിൽ തന്നെ ചിന്തിക്കാനാണ് സാധ്യത ക്രിസ്ത്യൻ ന്യൂനപക്ഷം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേ ഹാവ് വൺ മോർ ഓപ്ഷൻ, BJP ആസ് എൻ ഓപ്ഷൻ. ഇത് യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ തന്ത്രങ്ങൾ മെനയണം എന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ ഉറപ്പായി UDFനോ LDFനോ ലഭിക്കും എന്നൊരു ചിന്ത എനിക്കിപ്പോഴില്ല. കാരണം പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തന്നെ ആയിരിക്കണം ക്രിസ്ത്യൻ ജനസാമാന്യത്തിന്റെ പ്രധാന പിന്തുണ. രണ്ടാമത്തെ LDF. ഫാദർ ഫിലിപ്പ് കബീൽ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായ CPMന്റെ സഹയാത്രികനായ ഡോക്ടർ B ജയരാജ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രീണനമൊന്നും ഇവിടെ നടത്തുന്നില്ല സംസ്ഥാന സർക്കാരോ പാർട്ടിയോ ഒന്നും. അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റ് ഒരു
ജാതി സംഘടനകളോ മതസംഘടനകളോ ഒന്നും ഒരു സമുദായമോ ഒന്നും അക്കാര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. കാരണം CPM ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. ജാതി രാഷ്ട്രീയത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവർ ക്ലാസിനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നവരാണ്. ഈ ഒരു വിലയിരുത്തൽ അതൊരു താത്വികമായ വിലയിരുത്തൽ കൂടിയാണ്. പാർട്ടി സെക്രട്ടറിയുടെ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ വിലയിരുത്തലിനോട് യോജിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും പാർട്ടി നടത്തിയ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഈ ജാതി മത സംഘടനകൾ പരസ്പരം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്ന ഈ സാഹചര്യത്തിലും താത്വികമായ വിലയിരുത്തലുകളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ക്രൈസ്തവർക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ ഇടതുപക്ഷ സർക്കാർ പ്രത്യേക പ്രീണനമൊന്നും നടത്തുന്നില്ല, അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 80-20 പ്രശ്നം വന്നപ്പോൾ കോടതി വിധി ഉണ്ടായി. ആ കോടതി വിധി ഹൈക്കോടതിയാണ് സുപ്രീം കോടതിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കോടതി വിധി ഉണ്ടായപ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് അപ്പീൽ പോയി? കോടതി വളരെ കൃത്യമായിട്ടും ആ വസ്തുത പഠിച്ച് മനസ്സിലാക്കിയാണ് വിധി പ്രസ്താവിച്ചത്. അപ്പോൾ ഈ പ്രീണനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രൈസ്തവരെ മാറ്റി നിർത്തുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ആ വിധിക്കെതിരെ അപ്പീൽ പോയി? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്ക് ബുദ്ധിയില്ല എന്ന് നിങ്ങളാരും വിചാരിക്കരുത്. എനിക്കൊരു കാര്യം തുറന്നു പറയാനുള്ളത്, ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് 2-2.5 വർഷം കൊണ്ട് നമുക്ക് മുമ്പിൽ, ആ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ ഈ ഇടതുപക്ഷ സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി അവർക്ക് സൃഷ്ടിക്കും. കാരണം ഞാൻ ഇലക്ഷന് മുമ്പേ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കണമെന്നോ അവരെ പുറന്തള്ളണമെന്നോ പറയുന്നില്ല. അങ്ങനെ ക്രൈസ്തവ സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അത് ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിക്കും. ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ അക്കമിട്ട് ഉന്നയിക്കാൻ ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന് സാധിക്കും. കത്തോലിക്ക സഭയിലെ ഔദ്യോഗിക സിറോ മലബാർ സഭയിലെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് എല്ലാ രൂപതകളിലും വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ്. നിങ്ങൾ തന്നെ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അതുകൊണ്ട് ഇനി മുതലുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ കൃത്യമായി വിലയിരുത്തി നിരീക്ഷിച്ച് ക്രൈസ്തവ സമുദായത്തിന് അപജയം ഉണ്ടാകുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ സർക്കാർ അഡ്രസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത് ചെയ്തില്ലെങ്കിൽ അതിനോട് തുടർന്ന് ഞങ്ങളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തൃശ്ശൂര് ഞാൻ പറയുന്നില്ല ഒരു BJPയുടെ പുറകെ പോയതാണ്, പക്ഷെ തൃശ്ശൂര് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ആളുകൾ മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ നന്മകളെ മനസ്സിലാക്കി. ഇവിടെ സാധാരണക്കാരന് വേണ്ടിയും കർഷകർക്കും വേണ്ടിയും ഉള്ള നിലപാടാണ് കത്തോലിക്ക കോൺഗ്രസും ക്രൈസ്തവ സമുദായവും. അവിടെ ഫാദർ ഫിലിപ്പ് കബീൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അവിടെ ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം, ഫണ്ടിങ് ഉണ്ടായിരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബിഷപ്പുമാർ അല്ലേ അങ്ങനത്തെ പുകമറകൾ പരസ്യമായി രംഗത്തിറങ്ങിയതും CPM വിലയിരുത്തുകയാണ്. കത്തോലിക്ക സഭയ്ക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഫണ്ടിങ്ങിന്റെ വിഷയമില്ല. അതുപോലെ ഭീഷണികൾ എന്താണ് ഈ ഭീഷണിപ്പെടുത്താതിരിക്കുന്നത്? ഞങ്ങളുടെ സഭയിലെ ഓരോ രൂപതയിലും കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ച് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പിലില്ലേ? പിന്നെ എവിടെയാണ് നിങ്ങൾ ഞങ്ങളെ ഈ ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ആർക്കും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച്, ഈ നാട്ടിലെ സംവിധാനങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ അങ്ങനെ ആരെയും പറ്റിച്ചോ ഭയപ്പെടുത്തിയോ ഒളിച്ചു വെച്ചോ ഒന്നും ജീവിക്കുന്ന ആളുകളല്ല. ഈ വക ഉമ്മാക്കികളൊന്നും കാട്ടി കത്തോലിക്ക സഭ ആരും പേടിപ്പിക്കാൻ വരണ്ട. ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ കൃത്യമായി ബോധവൽക്കരിക്കും. ക്രൈസ്തവർക്ക് അനുകൂലമായി ആര് നിൽക്കുന്നു, ക്രൈസ്തവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് എതിരായി നിൽക്കണമെന്ന് അതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇവിടെയുള്ള എല്ലാ സമുദായങ്ങളെയും ഗവൺമെന്റുകൾ പരിഗണിക്കണം. മറ്റ് സമുദായത്തിൽപ്പെട്ടവർക്ക് അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. പക്ഷേ അതിന്റെ പേരിൽ ഈ ക്രൈസ്തവ സമുദായങ്ങളെ അവഗണിക്കാനും പുറന്തള്ളപ്പെടാനും ഇടവരുത്തരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം. തൽക്കാലം വോട്ടിന് വേണ്ടി സോപ്പിടാമെന്ന്, കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചാൽ അത് ഇനി മുതൽ ഞങ്ങൾ കൃത്യമായി തിരിച്ചറിയുമെന്ന് ഈ ഇലക്ഷന്റെ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. ഡോക്ടർ B. ജയരാജ്, മനസ്സിലായല്ലോ കത്തോലിക്ക കോൺഗ്രസ് നൽകുന്ന ഈ മുന്നറിയിപ്പ്. ഇക്കാര്യത്തിൽ ഇനി ഞാൻ പറഞ്ഞ ഈ ഫണ്ടിങ്ങിന്റെ കാര്യമൊക്കെ MV ഗോവിന്ദൻ പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കാം. അങ്ങനെ സംഘപരിവാർ പാളയത്തിലേക്ക് കൊണ്ടുപോയതാണ്, അതാണ് സംഭവിച്ചത്. അത് മുഴുവൻ ക്രൈസ്തവ സമുദായവും അതിനകത്തില്ല, ഏതാനും പേർ മാത്രം, ഒരു വിഭാഗം മാത്രം എന്നാണ് പാർട്ടി സെക്രട്ടറി വിലയിരുത്തലായിട്ട് പറഞ്ഞത്. ഡോക്ടർ B. ജയരാജ്, പക്ഷേ അങ്ങനെ ഒരു ഭയപ്പെടുത്തലൊന്നുമില്ല എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന്.
കത്തോലിക്ക സഭയുടെ വിശ്വാസം അല്ല കോൺഗ്രസിൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ. കാരണം പല കാര്യങ്ങളിലും ഇതിനകത്ത് ടൈറ്റ് ചെയ്യാതെ ഇതിനകത്ത് ഫെറ വയലേഷൻ, ഫെമ വയലേഷൻ, ഫോറിൻ ഫണ്ട്, പിന്നെ ചില വസ്തു ഇടപാടുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പല ഏജൻസികളെ ഉപയോഗിച്ചും വിരട്ടലൊക്കെ നടക്കും. പിന്നെ ഫണ്ടുകൾ കൃത്യമായിട്ട് ഒഴുകിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ബോധ്യമുള്ള പല കാര്യങ്ങളുണ്ട് പല സ്ഥലങ്ങളിൽ. പിന്നെ കത്തോലിക്ക സഭ ഒരു കാര്യത്തിൽ ഒരു ഇലക്ഷനും ആരെയും സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേരളത്തെ മനസാക്ഷിയോട് കളിയാക്കലാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഇടയലേഖനം വായിക്കുന്നതും കൃത്യമായി ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അനൗൺസ് ചെയ്യുന്നതും ഒക്കെ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം. അപ്പോൾ അത്തരം മുൻ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ ഇലക്ഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഷാബു സാറ് പറഞ്ഞതുപോലെ നേരത്തെ ഇത് റീഡിങ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അച്ഛാ, അതിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആളുകൾക്ക് അറിയാം കൃത്യമായി ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലെങ്കിലും ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന വെച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അപ്പൊ ഈ പറയുന്നത് ഇതിനകത്ത് ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ അതിന്റെ തൃശ്ശൂരിലെ കാര്യം പാർട്ടി തന്നെ വിലയിരുത്തിയതാണ്. തൃശ്ശൂരിലെ കാര്യം പാർട്ടി തന്നെ വിലയിരുത്തിയതാണല്ലോ, അത് അച്ഛനോട് പറയാമല്ലോ. തൃശ്ശൂരിലെ കാര്യം പാർട്ടി തന്നെ വിലയിരുത്തിയതാണ്. ക്രൈസ്തവ സമുദായങ്ങളുടെ വോട്ട് BJPക്ക് പോയി എന്ന് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ക്രൈസ്തവ സമുദായങ്ങളുടെ വോട്ട് മാത്രമല്ല, സമുദായ കണക്കെടുത്ത് പറയുകയാണെങ്കിൽ കുറച്ച് വോട്ട് പോയിട്ടുണ്ടാവും. അതിനേക്കാളും കൂടുതലായിട്ട് കോൺഗ്രസ്സിന് കിട്ടിയ കഴിഞ്ഞ വർഷം കിട്ടിയ ഭൂരിപക്ഷം എവിടെ പോയി? ഈ 86,000 വോട്ട് എവിടെ പോയി? ആ വോട്ട് മറിച്ചു കൊടുത്താന്നങ്ങ് പറഞ്ഞാൽ പോരെ. അതിനകത്ത് ക്രൈസ്തവ സഭാംഗങ്ങളുണ്ടാവും, മറ്റ് സമുദായത്തിലുള്ള ആളുകളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. കോൺഗ്രസിൻ്റെ ബേസ് വോട്ടാണ് മറിഞ്ഞു പോയത്. ആ മറിഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ടാണ് 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനകത്ത് സമുദായം വയസ്സ് കണക്കെടുക്കണമെന്ന കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഷാബു സാർ പറഞ്ഞൊരു കാര്യം കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. കരീംഖാന്ന് ഉപയോഗിച്ച എന്താ കുഴപ്പം? നമ്മൾ ഓ രാജഗോപാലിനെ രാജേട്ടാന്ന് വിളിക്കാറില്ലേ? രാജേട്ടനെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റർ എഴുതി വെച്ചിട്ടില്ലേ? അതിനകത്ത് വർഗീയതയുണ്ടോ? അച്ഛ എന്ന് വിളിക്കാറില്ലേ? അതൊരു അച്ഛന്ന് വിളിക്കാറില്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അല്ല, അതാ പറഞ്ഞത്, അത് തന്നെയാണ് പറഞ്ഞത്. റീഡിംഗ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് താങ്കൾ ഇപ്പം അച്ഛനോട് പറഞ്ഞല്ലോ. ഫിലിപ്പ് അച്ഛനോട് പറഞ്ഞ മാതിരി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ താങ്കൾക്ക് മറുപടി പറഞ്ഞുതരാം. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് പറഞ്ഞ കാണുന്നതിൻ്റെ കണ്ണിലാണ് ഈ നല്ലതും ചീത്തതൊക്കെ. സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഒരാൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിരിക്കുക. അതുപോലെ അത് വർഗീയതയായിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെ വർഗീയതയല്ല ന്യൂട്രലായിട്ടുള്ള ഒരു പേരുവിളിയായിട്ട് വേണമെങ്കിൽ കാണാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ സമീപിക്കാമല്ലോ. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പിന്നെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ഒരു പുതിയ അതുപോലെ ഒരു ന്യൂ നറേഷൻ, ഒരു ന്യൂ നോർമൽ ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ്. ന്യൂ നറേഷനല്ല, ന്യൂ നോർമൽസി കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് BJP ഇവിടെ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ടുകൾ തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ പറ്റുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ്. അതിന് നിയമസഭാ മണ്ഡലങ്ങളിലാണെങ്കിലും വാർഡുകളായിട്ടൊക്കെ വിഭജിച്ച് ആരും ഇതുവരെ കാണാറില്ല. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ്റെ അനാലിസിസിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് കഴിയുമ്പം ഓരോ മണ്ഡലത്തിലും ഇന്ന പാർട്ടിക്ക് കൂടുതൽ കിട്ടി, ഇന്ന പാർട്ടിക്ക് കുറവ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കണക്കെടുപ്പ് നടക്കുന്നത്. ബൂത്ത് തലത്തിൽ ആ ഇലക്ഷൻ കഴിയുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ കണക്കെടുക്കുന്നത് CPM ആണ്. കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വെച്ചിട്ട് ക്ലെയിം ചെയ്യാറില്ല. ഇത്ര സ്ഥലത്ത് ഞങ്ങൾ മുന്നിട്ട് വന്നു, ക്ലെയിം ചെയ്യാറുണ്ട്. ഇത്ര സ്ഥലത്ത് ഞങ്ങൾ മുന്നിട്ട് വന്നുകൊണ്ട് അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഇത്ര കിട്ടും എന്നൊന്നും ആരും ക്ലെയിം ചെയ്യാറില്ല. ആംഗിള് കഴിഞ്ഞ 5 ദിവസമായിട്ട് AKG സെന്ററിൽ ഇരുന്ന് തലപുകച്ചതും ഈ കണക്കുകൾ വെച്ചാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. മഞ്ജുഷ് സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് കണക്കുകൾ വെച്ചിട്ട് ഈ കണക്കുകൾ വെച്ചിട്ട് പ്രൊജക്ഷൻ ഒന്നും നടത്താൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, തെരഞ്ഞെടുപ്പിന്റെയോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയോ കണക്കുകൾ നമുക്ക് പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ശരി, ഒരു സ്ഥാലിപുലിക നയം ഒന്നും ഇതിനകത്ത് നടക്കത്തില്ല. 3 തെരഞ്ഞെടുപ്പാണ്.
ലോക്കൽ ബോഡി ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വേറെ രീതിയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേറെ രീതിയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശരി. വേറെ ഫാദർ രീതിയാണ്. എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചിട്ട് മറ്റ് തെരഞ്ഞെടുപ്പുകളെ പ്രൊജക്ട് ചെയ്യാനോ പ്രെഡിക്ട് ചെയ്യാനോ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരം എന്നാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ തന്നെയാ. മനസ്സിലായില്ലേ? പിന്നെ ജയരാജ് സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫാദർ പറഞ്ഞോളൂ. അത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇലക്ഷനെ പറ്റിയാണ് വിലയിരുത്തുന്നത്. എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, ഈ ഇലക്ഷനെ അവിടെ പറ്റി എന്തെങ്കിലും വോട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്താറുണ്ട്. അത് പ്രൊജക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല. ശരി ഡോക്ടർ ബി ജയരാജ്, ശരി താങ്കളുടെ വരാം ഡോക്ടർ ബി ജയരാജ്. ഫാദർ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ദീപികയുടെ എഡിറ്റോറിയൽ എല്ലാവരും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തിരുത്തിയാൽ പാർട്ടിക്ക് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ദീപിക പറഞ്ഞിരിക്കുന്നത് പോലെ അപജയങ്ങൾ എവിടെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയാൽ ഈ സർക്കാരിന് കൊള്ളാം. ഇവിടെ സാധാരണക്കാരായ ജനങ്ങള് ജീവിക്കാൻ സാധിക്കാതെ പൊറുതിമുട്ടി അവര് തങ്ങളുടെ വോട്ട് എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. താത്വിക അവലോകനങ്ങൾ കൊണ്ട് നമ്മൾ മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് കാര്യമില്ല. അടിസ്ഥാനപരമായി അഹന്തയ്ക്ക് മനുഷ്യൻ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഇവിടെ. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഈ നാട്ടിൽ സംജാതമായെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അതിനെതിരെ അവർ വോട്ടിലൂടെ മറുപടി കൊടുത്തു. ഇത് മനസ്സിലാക്കി ഏതൊക്കെ തരത്തിലാണ് അപജയം ഉണ്ടായെന്ന് മനസ്സിലാക്കി തിരുത്തിയില്ലെങ്കിൽ ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി സർ. ഡോക്ടർ ബി ജയരാജ്, ഇതിനെയും സംഘപരിവാർ മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയുമോ താങ്കൾ, പാർട്ടി സെക്രട്ടറി ചെയ്തതുപോലെ? തീർച്ചയായിട്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കണമല്ലോ. നമ്മൾ പറയുന്ന ഇപ്പോൾ ഫാദറിന്റെ അഭിപ്രായം, കത്തോലിക്ക കോൺഗ്രസിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, തിരുത്തലുകൾ വരുത്തണം, ഏതെല്ലാം രീതിയിലാണ് തിരുത്തൽ വരുത്തണം എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായങ്ങളാണ്. അതേപോലെ അഹന്ത മാറ്റണമെന്നാണ്, അഹന്ത മാറ്റണമെന്നാണ് സമീപനമാണ് ഉള്ളത് എന്ന്. അഹന്ത മാറ്റണമെന്നാണ് പറഞ്ഞത്. അഹന്തയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് അഹന്തയായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഓപ്പൺ മൈൻഡോട് കൂടി തിരുത്താൻ തയ്യാറാണ്. ഇപ്പം അതൊരു നല്ല മനോഭാവമാണ്. ഇപ്പൊ ഈ പറയുന്നത് മാന്യതയുടെയും തുറവയുടെയും ഒരു മനോഭാവമാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അത് തിരുത്തേണ്ടവർ കേൾക്കേണ്ടേ ഫാദർ? തിരുത്തേണ്ടവർ കേൾക്കേണ്ടേ? മാധ്യമങ്ങളോട്, ജനകീയ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്ന പൊതുപ്രവർത്തകരോട്, നമ്മള് ഒരു ജനകീയ പ്രശ്നങ്ങളുമായി സാധാരണക്കാർ വരുമ്പോൾ ആ മനുഷ്യരോട് ഇവരോടൊക്കെ തുറന്ന് സമീപനം എടുക്കണം. അവരെ ആട്ടിപ്പുറത്താക്കുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്താൽ ഏത് ഗവൺമെന്റ് ആണെങ്കിലും, ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്ന് മാത്രം, ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവർക്കൊക്കെ അപജയം ഉണ്ടാകും. ഈ കേരളത്തിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, കേന്ദ്രത്തിലെ കാര്യം കൂടെ നമ്മൾ പരിശോധിക്കണം. എന്റെ കേന്ദ്രത്തില് ഒരു മൃഗീയ ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നവർക്ക് കിട്ടാതെ പോയി. അത് നമ്മൾ ചർച്ചയാക്കണം. മനുഷ്യരെ അടിച്ചമർത്താൻ അഹങ്കാരത്തോടെ സാധാരണക്കാരോട് ഇടപെട്ടാൽ ആർക്കും ഈ അപജയം ഉണ്ടാകും. കേന്ദ്രത്തിന് പറ്റിയ അപജയം കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരന്റെ വിഷയം, ഇവിടുത്തെ പൗരന്മാരുടെ വിഷയം പരിഗണിക്കാത്ത ഗവൺമെന്റുകളെയൊക്കെ ഈ വോട്ടുകളിലൂടെ ജനം തള്ളിക്കളയും. ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെ പ്രതികരിച്ചു നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെ എഴുതി തള്ളിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ഈ കോൺഗ്രസിന് ഇത്ര ഒരു വിജയം കിട്ടിയത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക്. അപ്പം BJP മാത്രമേ ഇവിടെ വരികയുള്ളൂ, BJP ഭൂരിപക്ഷമാകുമെന്ന് കരുതിയിരുന്ന ഒരു സ്ഥലത്താണ് അത് സംഭവിച്ചത്. അപ്പൊ രണ്ട് കാര്യങ്ങളും നമ്മൾ പരിഗണിക്കണം. കേരളത്തിലെ ജനങ്ങള് പ്രതികരിച്ചതും ഉത്തരേന്ത്യയിലെ ജനങ്ങൾ പ്രതികരിച്ചതും നമ്മൾ പരിഗണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പക്ഷവും പിടിച്ച് പറയുകയല്ല, ഇവിടെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അതിനെ വിലയിരുത്തുകയാണ് വേണ്ടത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, അവസാനമായി ഇതിപ്പോൾ ഈ ജാതിമത സംഘടനകൾ തമ്മിലുള്ള ഈ വാക്പോര് അവസാനിക്കേണ്ട സമയമായി എന്നാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ഒരു കാര്യവുമില്ല, അനാവശ്യമായി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഫാദർ പറഞ്ഞതുപോലെ ഈ വിഭവങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു സമവായവും അതുപോലെ തന്നെ ഏകീകൃത രൂപവും ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള ആശയ സംഘടനകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതല്ലേ ശരിക്കും യാഥാർത്ഥ്യം? അതല്ലേ മനസ്സിലാക്കേണ്ടത്? മഞ്ജുഷേ, ഈ ജാതിമത സംഘടനകൾ തമ്മിലുള്ള ഈ വാക്പോര് അവസാനിക്കാനൊന്നും പോകുന്നില്ല. അത് തുടർന്ന് അത് ആർക്കും അവസാനിപ്പിക്കാനും കഴിയില്ല.
കാര്യം ഈ സ്വന്തം ഇപ്പം വെള്ളാപ്പള്ളി നടേശനായാലും അതുപോലെ ജാതി സംഘടനകളുടെയൊക്കെ അവരുടെയൊക്കെ ആ നേതൃത്വത്തിൻ്റെയും ആൾക്കാരുടെ മതസംഘടനകളുടെ ആയാലും ശരി, നിലനിൽപ്പ് എന്ന് പറയുന്നത് സ്വന്തം അണികളിൽ ഉണ്ടാക്കുന്ന ആ അരക്ഷിത ബോധത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ നമ്മൾ പ്രതികരിക്കാറായി, നമുക്കൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഇങ്ങനെ ആ അണികളെ ഭയപ്പെടുത്തി ആ സമൂഹത്തിനെ ഭയപ്പെടുത്തി നിർത്തുന്നതിൻ്റെ അകത്താണ് ഇവരുടെ നിലനിൽപ്പ് തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന ഒന്നും അവർ ചെയ്യില്ല. അതുകൊണ്ട് ഇവരിത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ അച്ഛൻ ഇവിടെ ഇരിക്കുന്നു, അച്ഛനറിയാം കേരളത്തിൽ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്, ആ സമൂഹം ഇവിടുത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നടത്തിയിട്ടുള്ള ആ എന്തെല്ലാം ആ സംഭാവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവരിക്കാനാവാത്ത സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആ ഇപ്പോൾ ഓർത്തഡോക്സ് സഭ, കത്തോലിക്ക സഭ, ഇവർ ആ സമൂഹം അവർ ഈ ഇത്രയും റെപ്യൂട്ടഡായി നിലനിന്നതും വളർന്നതും ലോകത്തിന് ഇതൊക്കെ ഏതെങ്കിലും സംവരണത്തിനെയോ ഏതെങ്കിലും സർക്കാരിൻ്റെയോ പിന്തുണയോടുകൂടിയാണോ അച്ചോ? ഒന്നുമല്ലല്ലോ. ആ സമൂഹത്തിൻ്റെ ആ ഒരു പൗരബോധവും സാമൂഹ്യ ബോധവും കൊണ്ടാണ്, ആ ദൃഢനിശ്ചയത്തിലൂടെയാണ്. ഒരു സംവരണത്തിലൂടെയുമല്ല, ഒരു ന്യൂനപക്ഷ സംവരണത്തിലൂടെയും അല്ല കേരളത്തിൽ ക്രൈസ്തവർ ആ ഒരു ഇത്രയും വലിയ ഒരു ബഹുമാന്യതമായ ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞുള്ള ക്രൈസ്തവർക്ക് അർഹമായത് കിട്ടുന്നില്ല, നമ്മൾ അതിനു വേണ്ടി, അതിൻ്റെ അകത്തൊന്നും ഒരർത്ഥവുമില്ല ചോ. അങ്ങനെയല്ല കേരളത്തിൽ ഞാൻ ക്രൈസ്തവ സമൂഹത്തിനെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു റീസൺ അതാണ്. കാര്യം അവർ ഒരു സംവരണത്തിൻ്റെയും പുറകെ പോയിട്ടില്ല, ഒരവകാശവാദങ്ങളുടെയും പോയിട്ടില്ല. അവർ കഠിനാധ്വാനം ചെയ്തു, മതബോധമുള്ള സാമൂഹ്യ ബോധത്തോടുകൂടി അവർ അധ്വാനിച്ചാണ് ഈ കണ്ട കാലം മുഴുവൻ അവർ നേടിയത്. അതിൻ്റെ അകത്ത് അപജയങ്ങളും അല്ലെങ്കിൽ തർക്ക വിഷയങ്ങൾ പലതുണ്ടാകാം. പക്ഷേ ഇതൊരു ആത്യന്തികമായി എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ, ഈ ലോകത്തിലെ ഓരോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമുള്ള വലിയൊരു പാഠമാണത്. അതിനിടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ പാമ്പ്ളാനി പിതാവ് ഞങ്ങൾക്ക് ഇപ്പം അത് താത്തി തന്നു കഴിഞ്ഞാൽ, ഞാൻ അതിനെ അന്ന് സത്യം പറഞ്ഞാൽ അന്നും പല ചർച്ചകളിൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണത്. റബ്ബറിൻ്റെ വില താത്തി തന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം, അത് വേണം. അത് ഒരിക്കലും ആ ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിന് യോജിച്ചതല്ല അത്. കാര്യം ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളിലൂടെ അല്ല. ശരി, ഫാദറിന്റെ മറുപടിയോട് കൂടി ചർച്ച അവസാനിപ്പിക്കാം. ഫാദർ മറുപടി പറഞ്ഞോളൂ. സാറ് പാമ്പ്ളാനി പിതാവിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. പാമ്പ്ളാനി പിതാവ് അവിടെ പറഞ്ഞത് ക്രൈസ്തവരുടെ പ്രതിനിധിയായിട്ടല്ല പറഞ്ഞത്, കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് പറഞ്ഞത്. ഈ നാട്ടിലെ കർഷകരുടെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പാമ്പ്ളാനി പിതാവ് വ്യക്തമാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. പൊറുതിമുട്ടിയ റബ്ബർ കർഷകന്റെ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി കാര്യം മനസ്സിലാവുമല്ലോ. ഞങ്ങൾക്ക് റബ്ബറിന്റെ വില കൂട്ടിത്തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം എന്ന് പറഞ്ഞാൽ ആരുടെ വോട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്? അതൊക്കെ വളരെ അത് പാമ്പ്ളാനി പിതാവിനെ പോലെ ഉന്നത സ്ഥാനീയനായ ഒരു പുരോഹിതൻ പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുമല്ലോ നമുക്ക്. ഞാൻ പറയുന്നതല്ല, സത്യത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ഈ വോട്ട് എന്തിനാണ്? നമ്മളൊരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് അവിടെ പരാമർശിച്ചത്. ഒരു ജനപ്രതിനിധി എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്? ആ ജനങ്ങളുടെ വിഷയങ്ങള് പാർലമെന്റില് അല്ലെങ്കിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കർഷകരുടെ വിഷയങ്ങള് അവതരിപ്പിക്കാൻ പര്യാപ്തരായ സാധിക്കുന്ന ജനപ്രതിനിധിയെ കർഷകർ തെരഞ്ഞെടുക്കും തന്നെയാണ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞത്. അതിന്റെ അകത്ത് യാതൊരു വ്യത്യാസമില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. പിന്നെ സംഘടിത വോട്ട് ബാങ്കിനെ കാണിച്ചുകൊണ്ട് വിലപേശേണ്ട ഒരവസ്ഥ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ടോ? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ വെച്ചോ. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഒരു സംഘടിത വോട്ട് ബാങ്കിനെ കാണിച്ചുകൊണ്ട് ഈ വിലപേശേണ്ട ഒരവസ്ഥ, രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശേണ്ട അവസ്ഥ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇല്ല എന്ന് തന്നെ. അങ്ങനെ ഒരു വിലപേശേണ്ട അവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടെ സാറ് പറയണം. ഈ നാട്ടില് ഇപ്പോഴത്തെ ആധുനിക സ്ഥിതിയില് ഈ ക്രൈസ്തവര് ഒറ്റക്കെട്ടായി നിന്ന് ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിലപേശേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കിയിട്ടില്ലേ?
കാലങ്ങളായിട്ട് ഈ സമുദായത്തെ മാത്രം ഒരവസ്ഥയില്ല ഈ ചോ. സമുദായത്തിന്റെ സഹിഷ്ണുത ഇല്ല മൂലം ചോ. അതുപോലെ ഇല്ല ചോ. കേൾക്കണം, ഈ സമുദായത്തിന്റെ ഇല്ല ചോ. സഹിഷ്ണുത ഇല്ല മൂലം ഇല്ല അത് ഈ ആ ഒരു സമുദായത്തിനെ മാനസികാവസ്ഥയിലേക്ക് അവഗണിച്ചു ദയവ് ചെയ്ത് എന്നുള്ള ക്രൈസ്തവ തോന്നൽ സമൂഹത്തിനെ ക്രൈസ്തവ താങ്കളെ സമുദായത്തിലുണ്ട് പോലെയുള്ള സാറേ. ഉൽപ്പതിഷ്ണുക്കൾ അത് നമ്മൾ കൊണ്ടുപോകരുത് അത് എന്ന ഒരു നിരാകരിച്ചിട്ട് അഭ്യർത്ഥനയാണ് കാര്യമില്ല. എനിക്കുള്ളത്. ഈ ഒരിക്കലും ക്രൈസ്തവ ഒരിക്കലുമില്ല. സമുദായത്തെ കാര്യം കാലാകാലങ്ങളായിട്ട് ഇതിനേക്കാൾ അവഗണിച്ചു എന്നുള്ള വലിയ ഒരു വെല്ലുവിളികൾ ചിന്ത നേരിട്ട് ക്രൈസ്തവ കടന്നു വന്ന സമൂഹമല്ലേ ഇത്? അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റിയത്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ഫാദർ ഫിലിപ്പ് കബീൽ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ മോഹൻ വർഗീസ്, ഡോക്ടർ ബി ജയരാജ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സംസ്ഥാന സർക്കാരിന്റെ പ്രീണന നയം തോൽവിക്ക് കാരണമായോ? തോൽവിക്ക് കാരണമായി എന്ന് 84% പ്രേക്ഷകർ, ഇല്ല എന്ന് 14% മാത്രം. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.